ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഓൺലൈൻ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ സെറ്റിങ്സിലാണ്, എന്തൊക്കെ ഗെയിം പ്ലാനിലാണ്, എന്തൊക്കെ ചേഞ്ചാണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഓപ്പോണൻറ്റിൻ്റെ മേലെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാൻ, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. സോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. സോ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ഓൺലൈൻ മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ലീഗ് വേണ്ട, നമുക്ക് ഇതെല്ലാം ഒരു ഈവൻ മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഓപ്പോണൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ വേണ്ടത് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പോണൻ്റ് തന്നെയാണ് ഗൈസ്. സോ നമ്മൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് നമ്മുടെ ഗെയിം പ്ലാൻ നോക്കാം. അതിൽ ആദ്യം തന്നെ ഓപ്പോണൻറ്റിൻ്റെ ഗെയിം പ്ലാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കുറച്ചൊരു വെറൈറ്റി ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വിക്ക് കൗണ്ടറാണ്. മാനേജർ ഏതാണെന്ന് നോക്കുക. മാനേജറിൻ്റെ എബിലിറ്റീസ് ഏതൊക്കെ മേഖലയിലാണ് കാര്യങ്ങളൊക്കെ ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് നോക്കുക. അത്യാവശ്യം പ്ലേയേഴ്സിൻ്റെ ഈ പറയുന്ന നമ്മുടെ പ്ലേയേഴ്സ് അല്ലെങ്കിൽ പോലും ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ വീക്ക് പോയിന്റുകൾ അല്ലെങ്കിൽ അവരുടെ പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കുക. ഈ ഒരു ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ എൽ ബിയും ആർ ബിയും ഇല്ല, 3 CB ആണുള്ളത്. അതുകൊണ്ട് തന്നെ വിങ് ഫോർമേഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു ഓപ്പോണൻറ്റിനെതിരെ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി സ്പീഡി വിങ്ങേഴ്സിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഗോൾ സ്കോറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. നമുക്ക് 2 CMF ആണ്, DMF ഇല്ല. CMFിലാണെങ്കിൽ ആങ്കർമാനും ഇല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കൗണ്ടർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത്രയും ആൾക്കാർ CBയിൽ വരുന്ന ആഡംസൊക്കെ ഡിസ്ട്രോയർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മുന്നോട്ട് കയറി നിൽക്കാനുള്ള ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഗോൾ കീപ്പറും കുറച്ച് മുന്നോട്ട് ഒഫൻസീവാണ്. കുറച്ച് ഡി ഏരിയയുടെ ഭാഗത്തേക്കൊക്കെ കയറി നിന്ന് ഉള്ളൊരു ടെൻഡൻസി കാണിക്കുന്ന ഗോൾ കീപ്പറാണ്. അതുകൊണ്ട് തന്നെ ലോങ് റേഞ്ചും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെയുള്ള വീക്ക് പോയിന്റുകൾ, ഓപ്പോണൻ്റ് എന്തൊക്കെ വീക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർമേഷനിലും പറയുന്ന മാനേജറിലും പ്ലേസിലും എന്തൊക്കെ വീക്ക് പോയിന്റും കാര്യങ്ങളൊക്കെയാണുള്ളത്. അതുവഴി നമുക്ക് എങ്ങനെ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ഫോർമേഷനിൽ ചേഞ്ച് വരുത്തേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അത് തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഗെയിം പ്ലാൻ നോക്കുക. നമ്മുടെ ഗെയിം പ്ലാനിൽ വിങ് ഫോർമേഷൻ അല്ല, ആദ്യം തന്നെ നമ്മളത് വിങ് ഫോർമേഷനിലേക്ക് മാറ്റുക. ഓപ്പോണൻ്റ് ഫോർമേഷൻ ഏതാണോ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് മുതലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോർമേഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. വിങ്ങിൽ കുറച്ച് സ്പീഡി ആയിട്ടുള്ള കുറച്ച് വിങ്ങേഴ്സിനെ നമുക്ക് ആദ്യം തന്നെ ഇടാം. നെയ്മർ ഓക്കെയാണ്, നല്ല സ്പീഡുള്ള വിങ്ങറാണ്. അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയാണെങ്കിൽ കുറച്ചും കൂടി ലോങ് റേഞ്ച് എബിലിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള പ്ലേയേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യുക. സോ ആ ഒരു ഓപ്പോണൻറ്റ് കട്ടാക്കി പോയെന്ന് തോന്നുന്നു. സോ എന്ത് കഴിഞ്ഞാലും നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് പിന്നീട് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പോണൻറ്റ് ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് എന്താ പറയുക ഒരു ചാൻസ് മുതലാക്കാൻ പറ്റുക, അവരുടെ ഫോർമേഷനിലും പ്ലേയേഴ്സിലും എന്തൊക്കെ കാര്യങ്ങളാണ്. അത്യാവശ്യം പ്ലേയേഴ്സിൻ്റെ പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ കയ്യിലില്ലാത്ത പ്ലേയേഴ്സ് ആണെങ്കിലും ഓപ്പോണൻറ്റിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് പോപ്പുലർ കാർഡ്സിൻ്റെ ഈ പറയുന്ന വീക്ക് പോയിന്റുകളും പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആ ഒരു ഓപ്പോണൻറ്റിന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഗോൾ കീപ്പർ കുറച്ചുകൂടി മുന്നോട്ട് കയറി പോകുന്ന ഗോൾ കീപ്പർ ആയതുകൊണ്ട് തന്നെ മിഡിലും അറ്റാക്കിലും കുറച്ച് ലോങ് റേഞ്ച് എബിലിറ്റി, ലോങ് റേഞ്ച് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെയുള്ള പ്ലേയേഴ്സിനെ നമ്മൾ മാക്സിമം കളിപ്പിക്കാൻ ശ്രമിക്കുക. കുറച്ചും കൂടി ലോങ് റേഞ്ചിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നോക്കേണ്ടത് ഫോമാണ്. ഫോമിൽ ഇതിപ്പം നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഫോം കുറഞ്ഞ രീതിയിലുള്ള പ്ലേയേഴ്സിന് ഇട്ടാലും കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫിൽ വരുന്ന ടൈമിൽ ഡിഫൻസീവിനൊക്കെ നല്ല രീതിയിൽ CBസിനൊക്കെ നല്ല ഫോമുള്ള പ്ലേയേഴ്സിനെ സെക്കൻഡ് ഹാഫിൽ മാറ്റാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പറയുകയാണെങ്കിൽ ആ ഒരു ഓപ്പോണൻറ്റിന് ഏതെങ്കിലും ഭയങ്കര ഗ്ലിച്ചായിട്ടുള്ള അല്ലെങ്കിൽ റുമിയെ പോലുള്ള അങ്ങനെയുള്ള ഏതെങ്കിലും പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ പറയുന്ന മാൻ മാർക്കിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡി വിങ്ങേഴ്സും കാര്യങ്ങളൊക്കെയുള്ള ഓപ്പോണൻ്റാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് 2 LBയിലും RBയിലും ഡിഫെൻസീവ് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒഫൻസീവും ഡിഫെൻസീവ് ഇടുന്ന ടൈമിൽ ഒഫൻസീവിന് ആങ്കറിങ്ങോ അല്ലെങ്കിൽ ഡിഫെൻസീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വരുന്നത് സബിൻ്റെ കാര്യത്തിലാണ്. സബിൽ അത്യാവശ്യം നല്ല ഫോമുള്ള പ്ലേയേഴ്സിനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഹാഫിൽ തന്നെ നല്ല ഫോമുള്ള എന്താ പറയുക
എക്സലൻറ്റ് ഫോമുള്ള പ്ലേയേഴ്സിനൊന്നും ഫസ്റ്റ് ഹാഫിൽ ഇറക്കാതെ സെക്കൻഡ് ഹാഫിൽ ഇറക്കി കഴിഞ്ഞാൽ ഓപ്പോണൻറ്റിൻ്റെ പ്ലേയേഴ്സിൻ്റെ സ്റ്റാമിന കുറയുന്ന ടൈമിൽ ഈ പറയുന്ന നല്ല ഫോമുള്ള പ്ലേയേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ പറയുന്ന നമ്മുടെ ഹാളണ്ടിനെ പോലുള്ള സൂപ്പർ സബും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിലിടാതെ സെക്കൻഡ് ഹാഫിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ മിക്ക പ്ലേയേഴ്സിൻ്റെയും ഗെയിം പ്ലാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗോൾ കീപ്പർ മാത്രമേ ഉണ്ടാവൂ. ഏതാണ് ബെസ്റ്റ് ഗോൾ കീപ്പർ, ആ ഒരു ഗോൾ കീപ്പർ മാത്രമേ ഉണ്ടാവൂ. ആ ഒരു ഗോൾ കീപ്പർക്ക് ഫോം ഔട്ടാണെങ്കിൽ ആ ഗോൾ കീപ്പർ തന്നെ ഇട്ട് കളിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാവരും ചെയ്യാറ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഗോൾ കീപ്പർക്ക് ഫോം മസ്റ്റാണ്. സോ 2 ഗോൾ കീപ്പറെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ സ്ക്വാഡിൽ ഇടാൻ ശ്രമിക്കുക. അത് ഒരു ഒഫൻസീവും ഒരു ഡിഫൻസീവും ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം ഓപ്പോണൻറ്റിൻ്റെ ഗെയിം പ്ലാൻ അല്ലെങ്കിൽ ഓപ്പോണൻറ്റിൻ്റെ എങ്ങനെയാണ് ലോങ് റേഞ്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡിഫൻസീവായിട്ടുള്ളൊരു ഗോൾ കീപ്പർ ഇടാൻ ശ്രമിക്കുക. അതുപോലെ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഗെയിം പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ആ ഒരു മാച്ചിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കാൻ സാധിക്കും. സോ ഗൈസ്, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമുക്ക് ഏതായാലും അടുത്തൊരു നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.